എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ വഴിയുണ്ട് എന്നതിനെക്കുറിച്ചാണ്. തന്നിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നൽകിയിരിക്കുന്ന ഫയലുകളിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ മൂങ്ങ എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാന കാരണം നിങ്ങളോട് ഏതോ തരത്തിലുള്ള ഒരു ദേഷ്യം ഉള്ളത് കൊണ്ടാണ്. ആരോ നിങ്ങളെക്കുറിച്ച് തെറ്റായ ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണജനകമായ ചില കാര്യങ്ങൾ അറിഞ്ഞതുമൂലം അതിൻ്റെ തെറ്റിദ്ധാരണയിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നത്. അതിൻ്റെ പരിഭവവും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല ആ വ്യക്തി നിങ്ങളോട് മൗനം ഭജിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ചെറിയൊരു പിണക്കമാണെങ്കിൽ പോലും വെച്ച് പുലർത്തുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണത്. പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നത് ചിലർക്കിഷ്ടമില്ല. നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നത് ക്രൂരതയോടെ നോക്കി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കാതെ, നിങ്ങൾക്ക് ഒരു ലക്ഷ്യവും നേടാൻ കഴിയാതെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ അതിനുവേണ്ടി സ്വതവേ നിഷ്കളങ്കതയുള്ള ഒരു വ്യക്തിത്വമായ ആ വ്യക്തിയെ രഹസ്യങ്ങൾ പറഞ്ഞ്, അനാവശ്യമായ നുണകൾ പറഞ്ഞ് സ്വാധീനിക്കുകയും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അവർ ഒറ്റക്ക് കാണുകയും നിങ്ങൾ വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളാണെന്നും നിങ്ങൾ കാരണം സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളിൽ ആ വ്യക്തിയെ കൊണ്ട് ആരോപിച്ച് പിണങ്ങി നടക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ പ്രധാന പണിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ചോ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള നന്മയെക്കുറിച്ചോ ഒന്നും ഓർമ്മിക്കാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയും അതുവഴി ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളെ ആ വ്യക്തി എന്നേക്കുമായിട്ട് നിങ്ങളും ആ വ്യക്തിയും പിണങ്ങാനുള്ള കാരണം ഉണ്ടാകുകയും, പൂർണ്ണമായി പിണങ്ങുവാനുള്ള കാരണത്തിന് ഉത്തരവാദി ആ വ്യക്തി അല്ലെങ്കിലും ചില പങ്കുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന അവരുടെ ശ്രമങ്ങൾ യാതൊരു മര്യാദ ഇല്ലാത്തതും യാതൊരു തത്വദീക്ഷ ഇല്ലാത്തതുമാണ്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഒരിക്കൽ പോലും കൈവരരുതെന്ന് ആഗ്രഹിക്കുന്നു. അവർ നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട പലതും പോയി മുടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ആ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിയണം. ഇനി നിങ്ങൾ മൗനം ഭജിച്ചിരുന്നാൽ പോലും ആ വ്യക്തിയോട് ഇപ്പോൾ നിങ്ങളെ പറിച്ച് നുണ പറഞ്ഞ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതം പ്രതിസന്ധിയിലാക്കുന്നവരെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകാൻ നിങ്ങളുടെ സർവ്വശക്തിക്ക് കഴിയും. അത് ഉടനെ ഉണ്ടാകുകയും ചെയ്യും. ആ വ്യക്തി നിങ്ങളെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്യും. ആ തെറ്റുകൾ തിരുത്തപ്പെടും. നിങ്ങളുടെ ഭാഗത്ത് നല്ല തെറ്റുകളെന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും മുന്നോട്ട് വരികയും നിങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പൈൽ ആയ കറുത്ത നായയെ പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിനെ കുറിച്ച് നോക്കാം. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു വിയോജിപ്പുണ്ടാകാനുള്ള കാരണം ആ വ്യക്തി നിങ്ങൾ ചെയ്ത ഏതോ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. അത് ആ വ്യക്തിക്ക് സ്വയമേ തോന്നിയതാണ്. ആരുടെയെങ്കിലും ഒരു പ്രേരണയാൽ സംഭവിച്ചതല്ല. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം ചെയ്യാതിരിക്കുകയും
നിഷ്കളങ്കമായി ഒരു കാര്യം ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാതെ വളരെ കടുംപിടുത്തത്തോടെ നിൽക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സാന്നിധ്യം മൂലം നിങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യത്തെ കൃത്യമായി പഠിക്കാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും അതിനെ തെറ്റായി എതിർക്കുകയോ അനുകൂലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പോ വൈരാഗ്യമോ അല്ല ഉള്ളത്. നിങ്ങളോട് ആ വ്യക്തിക്ക് അനുകമ്പയും സ്നേഹവും ഒക്കെയാണുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിലെ വിയോജിപ്പ് വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമുള്ള ഒരാളായതിനാൽ ആ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാത്ത ഒരാളായിട്ട് നിങ്ങൾ കണക്കാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി യഥാസമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുകയും ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണം എന്നാഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. നിങ്ങളുടെ നിഷ്കളങ്കത്വത്തെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നിഷ്കളങ്കത്വം ആ വ്യക്തി പലരിലും മാതൃകയാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്ഥാനമുള്ളൊരു വ്യക്തിയായിരിക്കും. ഒരു തരത്തിലും വഞ്ചന ഒന്നും ചെയ്യാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങളുടെ വ്യക്തിയിലൂടെ ആ വ്യക്തിയിലൂടെ നിങ്ങൾക്കും ലഭിക്കും. നിരവധി അവസരങ്ങളുമായി നോക്കി നിന്ന കുറേ ആളുകളെ ഒക്കെ തഴഞ്ഞും മാറ്റിയുമാണ് നിങ്ങൾക്ക് ഈശ്വരൻ ശക്തിയും ധൈര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്നത്. ആ ധൈര്യവും മൂല്യങ്ങളും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളറിയുന്ന നന്മയ്ക്ക് വേണ്ടി നിലനിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളോട് ആരെങ്കിലും മിണ്ടാതിരിക്കുകയോ നിങ്ങളോട് സ്നേഹപ്രകടനം നിങ്ങൾക്ക് നൽകാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി ഒരു വിയോജിപ്പ് പറയാനും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നതാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായി നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്യും. ഏതായാലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും പ്രതിസന്ധിയും എല്ലാം ഉടൻ മാറി നിങ്ങളുടെ യഥാർത്ഥ നിഷ്കളങ്കത ലോകം അറിയുകയും ഔദ്യോഗിക ജീവിതത്തിൽ കൃത്യവിലോപം കാണിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾക്കും നന്മയ്ക്കും പ്രാവീണ്യം നൽകണം. മാനുഷിക മൂല്യങ്ങൾക്കും നന്മയ്ക്കൊപ്പം നിന്ന് എന്ത് തിരിച്ചടി നേരിട്ടാലും അത് അന്തസ്സോടെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈശ്വരൻ നിങ്ങളുടെ അവസ്ഥയും നന്മയും ഹൃദയവിശുദ്ധിയും കണ്ടിട്ട് ആ വ്യക്തിയെ നൽകിയതാണ്. ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളോടുണ്ടെങ്കിൽ അത് ഉടൻ മാറി നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനും ജീവിതം തിരിച്ചു പിടിക്കുന്നതിനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.